എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 32 മുതലുള്ള തിരുവെടുത്താ വായിച്ചത്. വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. വിശേഷിച്ച് പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ 21 ലേഖനങ്ങളിൽ വളരെ ഈടുറ്റ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ഈ ലേഖനം സാധാരണ നിലയിൽ മലയാള ഭാഷയിൽ പറഞ്ഞാൽ തർജ്ജന ലേഖനമാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ ക്ഷീണം സംഭവിച്ച് വിശ്വാസത്തിൽ ക്ഷീണിച്ച എബ്രായ ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത് എന്നുള്ളതാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറായനാകുന്ന യേശുക്രിസ്തു. യേശുക്രിസ്തുവാണ് എല്ലാവരിലും ശ്രേഷ്ഠൻ, നസറായനാകുന്ന യേശുക്രിസ്തു. ഓർപ്പിച്ചല്ലോ, ഈ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത് എന്നുള്ളതാണ്. ന്യായപ്രമാണത്തിന്റെ എല്ലാ വശങ്ങളും നന്നായി പഠിച്ച ധന്യനായ പൗലോസാണ് എബ്രായ ലേഖനം എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. ഓർപ്പിച്ചല്ലോ, ഇതിലെ പ്രധാനപ്പെട്ട വിഷയം ഏറെ നല്ല പോരാട്ടം കഴിച്ച കാലം. അപ്പോൾ ആദിമ സമയത്ത് ഇറങ്ങിയ കാലത്ത്, പ്രാരംഭ സമയത്ത് ഇവർ വെറുതെ പോരാട്ടം കഴിച്ച് ഈ മാർഗത്തിന് വേണ്ടി നിന്നതാണ്. ഏത് മാർഗം? ഈ സത്യമാർഗത്തിന് വേണ്ടി നിന്നവരാ. മാത്രമല്ല 6-ാം അധ്യായം 9 മുതലൊക്കെ പഠിക്കുമ്പോൾ താഴോട്ട് വായിക്കുന്നത്, എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും രക്ഷയ്ക്ക് ഉതകുന്നതൊക്കെ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല എന്ന് പറഞ്ഞാൽ, ആരംഭകാലത്ത് വളരെ പോരാട്ടങ്ങൾ സഹിച്ച് ഇവർ ഈ മാർഗത്തിന് വേണ്ടി നിന്നു. എല്ലാവരും കേൾക്കണം, സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം. അപ്പൊ എല്ലാവരും കേൾക്കേണ്ട നല്ല വാർത്തയാണ് സുവിശേഷം. ഇനി എന്തുവാ ഈ സുവിശേഷത്തിന്റെ വിശേഷത? എന്താ സുവിശേഷത്തിന്റെ വിശേഷത? 3 വാക്യം വായിക്കുമ്പോൾ അതിന്റെ വിശേഷതയുണ്ട്. ഒന്ന് വായിച്ചേര്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. മലയാളത്തിൽ വായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ മലയാളം പറയുന്ന മനസ്സിലാവുമോ? ഒരു മൈക്ക് കൊടുക്കാന്നെ മൈക്ക് കൂടെ വായിക്കുന്നതായിരുന്നു നല്ലത്. അവിടെ ഇരിപ്പുണ്ടായിരുന്നു. கிறிஸ்துவின் சுவிசேஷத்தை குறித்து நான் வெட்கப்படேன். முன்பு யூதரிலும் பின்பு கிரேக்கரிலும் விசுவாசிக்கிறவன் அவனோ அவனுக்கு രക്ഷ ഉണ്ടാവதற்கு. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. രക്ഷയ്ക്കായി ദൈവശക്തി എന്ന മലയാളത്തിൽ കൊടുത്തേക്കും. തമിഴിലും അങ്ങനെ തന്നാണോ? ഇല്ല. രക്ഷയെന്നുണ്ടോ? അത് മതി. അതാണല്ല മെയിൻ വിഷയം. അപ്പോൾ ഇത് എന്താണ് സുവിശേഷം? സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടൊന്നും ആരും രക്ഷപ്പെടാൻ ഒക്കത്തില്ല. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വാതിൽ, യേശുക്രിസ്തു മാത്രം. ഇത് രക്ഷയുടെ മാർഗമാണ് സുവിശേഷം. എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിക്കണം. കൊലോസ്യ ലേഖനം 1:3. മൈക്ക് കൂടെ വായിക്കും. ആ മൈക്ക് വായിച്ച കൈ തന്നെ വെക്ക. கிறிஸ்து இயேசுவின் மேலுள்ள உங்கள் விசுவாசத்தையும் பரிசுத்தவான்கள் எல்லார் மேலும் உள்ள உங்கள் அன்பையும் குறித்து நாங்கள் கேள்விப்பட்டு பரலோகத்தில் உங்களுக்காக வைத்திருக்கிற நம்பிக்கை நிமித்தம் நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவின் பிதாவாகிய தேவனுக்கு ஸ்தோத்திரம் செலுத்தி எப்பொழுதும் உங்களுக்காக வேண்டுதல் செய்கிறோம். മലയാളത്തില് കൊടുത്തിരിക്കുന്നത് ഇത് പ്രത്യാശയാണ്. സുവിശേഷം പ്രത്യാശയാണ്. എന്തുവാ നമ്മുടെ പ്രത്യാശ?
യേശു ക്രിസ്തു വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രത്യാശ. അപ്പൊ സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, ഇത് രക്ഷയ്ക്ക് ദൈവശക്തിയാണ്. രണ്ട്, സുവിശേഷം നമുക്ക് പ്രത്യാശ തരുന്ന മാർഗമാണ്. ഒരു കാലത്ത് പ്രത്യാശയില്ലാതെ, ലക്ഷ്യമില്ലാതെ ജീവിതം നിരാശയുടെ പടുകുടിയിൽ വീണ് നാം എല്ലാം നശിച്ചു പോകേണ്ടതാ. എന്നാൽ ആ സുവിശേഷത്തിൽ കൂടി നമുക്കൊരു പ്രത്യാശ ഉണ്ടായി. എന്താ നമുക്ക് പ്രത്യാശ? അവൻ നമുക്ക് വേണ്ടി ഒരുവൻ സ്ഥലമൊരുക്കുന്നു, സ്ഥലമൊരുക്കിയാൽ തിരിച്ചു വരും, നമ്മെ ചേർത്ത് താൻ ഇരിക്കുന്ന കിടത്ത് നമ്മളെയും ഇരുത്തും, അവനെ താൻ ഇരിക്കുന്നത് പോലെ നമ്മൾ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. ഇതാ നമ്മുടെ പ്രത്യാശ. നിങ്ങൾക്ക് യാതൊരു പ്രത്യാശയില്ലെന്നാ തോന്നുന്ന ഇരിപ്പ് കണ്ടിട്ട് ഇനി അതോ ഇനി മനസ്സിലാകാഞ്ഞിട്ടായിരിക്കും, മനസ്സിലാകുന്നില്ല അല്ലേ? ആരിലും ഒരാൾ പരിഭാഷയ്ക്ക് നിൽക്കുന്നത് നല്ലത് അതുകൊണ്ടല്ലേ. എന്നാ അവിടെ ഇരുന്ന് മനസ്സിലാകുന്നവരാകട്ടല്ലേ ഇപ്പം അവിടെ ഇരുന്ന് സമയം. കുഴപ്പമില്ല, പാസ്റ്റർ നാളെ പറഞ്ഞു തരും ഞാൻ എന്നാക്കെയാ പറഞ്ഞെന്ന്. മനസ്സിലാകുന്നോ? എന്നിട്ട് ഇതുങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ടൊന്നും മനസ്സിലാകാത്ത രീതിയില്ല. അങ്ങനെ എന്നാ എങ്ങനെയും വരും. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാണ് സുവിശേഷം കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. 4, എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? 1, ഇത് രക്ഷയ്ക്ക് ദൈവശക്തിയാണ്. 2, ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ്. 3, സുവിശേഷത്തിന്റെ വിശേഷത എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണം. തമിഴിൽ എങ്ങനെയാ കൊടുത്തേക്കുന്നത്? അങ്ങനെ തന്നെ. അപ്പോൾ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് സമാധാന സുവിശേഷം എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം തരുന്നതാണ്. സുവിശേഷം കലഹമുണ്ടാക്കുന്നതല്ല, അലോഗ്യമുണ്ടാക്കുന്നതല്ല, അടിപിടി ഉണ്ടാക്കുന്നതല്ല, മതസ്പർദ്ധ വർദ്ധിപ്പിക്കുന്നതല്ല. സുവിശേഷം 2 വിഭാഗക്കാരെ ചേർതിരിക്കുന്നതല്ല, വൈരാഗ്യമുണ്ടാക്കുന്ന മാർഗമല്ല, തലവെട്ടുന്ന മാർഗമല്ല, ബോംബെറിയുന്ന മാർഗമല്ല, ആയുധമെടുത്ത് അടനാടാൻ പഠിപ്പിക്കുന്ന മാർഗമല്ല. സുവിശേഷം മതം മാറ്റമല്ല, സഭമാറ്റമല്ല, സംഘടന മാറ്റുകയല്ല. സുവിശേഷം സമാധാനമാണ്. സുവിശേഷം എവിടെ എത്തിയിട്ടുണ്ടോ അവിടെല്ലാം സമാധാനമാണ്. ഏത് വ്യക്തി സുവിശേഷത്തിൽ വിശ്വസിച്ചിട്ടുണ്ടോ ആ വ്യക്തിക്ക് സമാധാനമാണ്. എത്രയോ സമാധാനമില്ലാതിരുന്ന വ്യക്തികൾ ആമേൻ സ്തോത്രം. പിള്ളേര് ബഹളമാണല്ലോ. എന്നിട്ട് കണ്ടുവരുന്നു എഴുന്നേറ്റ് വരാൻ എഴുന്നേക്കാൻ. ഓ മലയാള സ്റ്റാൻഡ്, പ്ലീസ് സ്റ്റാൻഡ്. ഇന്നത്തേക്ക് നിങ്ങൾ അപ്പൊ ഇവന്മാര് കുസൃത്ത് കാണിക്കുമ്പോ എന്നാ കാണിക്കുന്നത് ഇവന്റെ അപ്പനും അമ്മയ്ക്കും അറിയുകയും ചെയ്യാം. ഇനി നിങ്ങൾ ബഹളം ഉണ്ടാക്കി നിങ്ങളെ ഇവിടെ അടങ്ങി മോനെ ചിത്രപടം നീ അങ്ങോട്ട് കയറി. അപ്പൊ ശ്രദ്ധിക്കുക, അടങ്ങിയിരുന്നോണം കേട്ടോ. അടങ്ങിയിരിക്കുകയാണെ പിന്നെ ഞാൻ ഇവിടെ എത്തും. അവിടെ നോക്കട്ടെ അടങ്ങിയിരിക്കുമല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. എന്തിനായി സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ സുവിശേഷം കേൾക്കണ്ടേ? സകല ജാതികളും ഇത് കേൾക്കണം. സുവിശേഷത്തിന്റെ വിശേഷത എന്താ? അതാ നമ്മൾ വായിച്ച സുവിശേഷത്തിന്റെ വിശേഷത. 1, ഇത് രക്ഷപ്പെടുത്തുന്ന മാർഗമാണ്.
കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവർത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ മാമൂല് കൊണ്ടൊന്നും മനുഷ്യൻ രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, നസറയനാകുന്ന യേശു ക്രിസ്തു. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറായനാകുന്ന യേശുവിന്റെ നാമം. ഞാൻ ഓർപ്പിച്ചല്ലോ, ഇത് ഭൂതങ്ങൾ വിട്ടുമാറുന്ന നാമമാ, രോഗികൾ സൗഖ്യമാകുന്ന നാമമാ, ബന്ധനങ്ങൾ അഴിയുന്ന നാമമാ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന നാമമാ. ഇന്ന് രാത്രി രോഗപീഠകൾ വലഞ്ഞാരയിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ സൗഖ്യപ്പെടുത്തുന്ന, വിടുവിക്കുന്ന, സൗഖ്യമാക്കുന്ന നാമമാണ് യേശുവിന്റെ നാമം. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. രോഗപീഠകളെ അടിച്ചു മാറ്റുന്ന നാമം, സൗഖ്യമാക്കുന്ന നാമം, നിന്നെ വിടുവിക്കുന്ന നാമം, നിന്നെ രക്ഷിക്കുന്ന നാമം, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന നാമം, ഇന്ന് രാത്രി സകല കെട്ടുകളെയും പൊട്ടിക്കുന്ന നാമം, അകത്തും പുറത്തും ഇരിക്കുന്നവരുടെ മേൽ വിടുതൽ തരുന്ന നാമം, യേശുവിന്റെ നാമം. ഇത് അത്ഭുതത്തിന്റെ നാമം. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. എല്ലാ നാമത്തിലും മേലായ നാമം, സൗഖ്യമാക്കുന്ന നാമം, വിടുവിക്കുന്ന നാമം, എല്ലാ നാമത്തിലും മേലായ നാമം. ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. രോഗപീഠകളിൽ വലയുന്നവർ ഈ രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ. ആമേൻ. ബന്ധനത്തിലിരിക്കുന്നവർ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കട്ടെ. ശിരസ് മുതൽ ഭാരം വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി സകല കെട്ടുകളെയും ദൈവം പൊട്ടിക്കട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. ആമേൻ. വിടുതലിന്റെ നാമമാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷപ്പെടുത്തുന്ന നാമമാണ്. എന്താ സുവിശേഷം? ആമേൻ. ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ്. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? ആമേൻ. അതാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14 വായിച്ചല്ലോ. സമാധാന സുവിശേഷം കാലിന് ചെരുപ്പ്. ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. സുവിശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ ആ വ്യക്തിക്ക് സമാധാനം ഉണ്ടാകും. എത്രയോ പേര് സാക്ഷ്യം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങളും ചിലർ അനുഭവസ്ഥവരാ. ആമേൻ. സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, മനോസുഖമില്ലാതെ തകർന്നു പോയ അനേകരി സുവിശേഷം കേട്ടവർക്ക് സമാധാനമുണ്ടായി. എത്രയോ കുടുംബങ്ങളിൽ സമാധാനമുണ്ടായി. ഏതൊക്കെ ദേശത്ത് സമാധാനമുണ്ടായി. ഇന്ന് രാത്രി സുവിശേഷം നമുക്ക് സമാധാനം തരുന്ന മാർഗമാണ്. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഇനി സുവിശേഷം കേട്ടാനുള്ള ഗുണങ്ങളല്ല. സുവിശേഷം കേട്ടാൽ, ഒന്ന്, സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. സുവിശേഷം കേട്ടാൽ മാനസാന്തരം. ഒന്നുകൂടെ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ ശരിക്ക് സുവിശേഷം കേട്ടാൽ അങ്ങനെയുള്ളവരോട് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, വീണ്ടും ജനനം പ്രാപിക്കണം. വീണ്ടും, അതിന് പുതുജനനം എന്നൊക്കെ ആ ബൈബിളിലെ പദം. പുതുജനനം, വീണ്ടും ജനനം. എന്തുവായി വീണ്ടും ജനനം? അതെല്ലാം പറയാൻ പോയാൽ ഇന്ന് എടുത്ത വാക്യത്തോട് കൂറ് പുലർത്താനൊക്കത്തില്ല. ഒറ്റ വാക്കി പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. ആരായി വീണ്ടും ജനനം പ്രാപിക്കണ്ടേ? വീണ്ടും ജനനം ആര് പ്രാപിക്കണം? ചിലര് ധരിച്ചു വച്ചിരിക്കുന്ന കുറെ പേർക്ക് മാത്രമുള്ള അല്ല, സകല മനുഷ്യരും വീണ്ടും ജനനം പ്രാപിക്കണം. നമുക്കറിയാമല്ലോ, രാത്രിയില് കർത്താവിന്റെ അടുക്കൽ ഒരാൾ വന്നു. ആരാ? നിക്കോദോമോസ്. രാത്രിയിലാണ് വന്നത്. പുള്ളിയെ പറ്റി എഴുതിയിരിക്കുന്ന പരീശന്മാരുടെ പ്രമാണിയാണ്. ഒന്നിയാള് പരീശന, രണ്ട് പ്രമാണിയാണ്. തന്നെയല്ല, ആ ഭാഗം പഠിക്കുമ്പോൾ പുള്ളി പ്രായമുള്ളയാളാണ്. അതാ പുള്ളി ചോദിച്ചത്, മനുഷ്യൻ വൃദ്ധനായ ശേഷം അപ്പം പ്രായമുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഒന്ന് ഇദ്ദേഹം പരീശൻ, രണ്ട് പ്രമാണി, മൂന്ന് പ്രായമുള്ളയാളാണ്, നാല് നിങ്ങൾ ആ ഭാഗം ശരിക്കും പഠിച്ചാൽ പുള്ളിക്ക് വചനമൊക്കെ നന്നായിട്ടറിയാം. അതാ വന്ന് യേശുവിനോട് പറഞ്ഞു, യേശു കർത്താവേ ഗുരു, നീ ദൈവത്തിൻ്റെ അടുക്ക വന്നെന്നും എല്ലാം നീ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാ ചെയ്യുന്നെന്നും ഞങ്ങൾ അറിയുന്നു. അപ്പം ക്രിസ്തുശാസ്ത്രമൊക്കെ നന്നായി എല്ലാം അറിയാം. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയോടാ യേശു പറഞ്ഞത് വീണ്ടും ജനിക്കണം. അപ്പൊ ആർക്കൊക്കെയാ വീണ്ടും ജനനം? ഒന്ന്, പ്രമാണിമാർക്കല്ല ഇത് ആവശ്യമാണ്. ഞാൻ സഭയിലെ കാശുള്ളയാളാ, ദേശത്ത് കാശുള്ളയാളാ, എന്നെ പോലെ കാശുള്ളവർ ദേശത്തില്ല, നിനക്കും വീണ്ടും ജനനം ആവശ്യമാണ്.
രണ്ട് പരീശൻ. പരീശൻ ആരാ? ഇത് ന്യായപ്രമാണമെല്ലാം വിശ്വസിക്കുന്നയാളാണ് പരീശന്മാർ. ഈ യഹൂദന്മാരുടെ ഇടയിൽ പ്രധാനമായിട്ട് രണ്ട് ഗ്രൂപ്പാണ്. ഒന്ന് സദൂക്യരും, രണ്ട് പരീശന്മാരും. സദൂക്യൻ എന്നാന്ന് ചോദിച്ചാൽ ദൂതനുണ്ടെന്നോ ആത്മാവുണ്ടെന്നൊന്നും വിശ്വസിക്കുന്നില്ല, അതാണ് സദൂക്യന്. എന്നാൽ പരീശന്മാർ ഇതെല്ലാം വിശ്വസിക്കുന്നവരാ. അങ്ങനെ ന്യായപ്രമാണം മുഴുവൻ വിശ്വസിക്കുന്ന വ്യക്തിയോടാണ് പറഞ്ഞത് വീണ്ടും ജനിക്കാൻ. വേദപുസ്തകമൊക്കെ നന്നായിട്ട് അറിയാം, കാണാപ്പാടം അറിയാം, പക്ഷെ ആ വ്യക്തിയും വീണ്ടും ജനിക്കണം. വേദപുസ്തകം നല്ലതുപോലെ അറിയാവുന്നയാൾ വീണ്ടും ജനിക്കണം. രണ്ട്, പ്രമാണിമാരെല്ലാം വീണ്ടും ജനിക്കണം. മൂന്ന്, പുള്ളി നല്ല പ്രായമുള്ളയാളാണ്, അതാ വൃദ്ധനായ ശേഷം എന്ത് ചെയ്യും? അപ്പൊ പ്രായമുള്ളവരും വീണ്ടും ജനിക്കണം. സ്തോത്രം. വൃദ്ധനെന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരാ, പഴക്കം ചെന്നവരാ. അങ്ങനെ ഒന്ന് തെളിച്ചങ്ങ് പറഞ്ഞേക്കാം. പാരമ്പര്യം പറയുന്നവരും വീണ്ടും ജനിക്കണം. എല്ലാവരും പഴക്കം പറയത്തില്ല, ഞങ്ങൾ സാൽവേഷൻ ആർമിയാണ്, പഴയ സാൽവേഷൻ ആർമിയാണ്, ഞങ്ങൾ CSI, ഞങ്ങളുടെ വീട്ടിലാണ് പള്ളി ഇരിക്കുന്നത്. നീയും വീണ്ടും ജനനം പ്രാപിക്കണം. ഞാൻ പാസ്റ്ററ, അച്ഛന, മെത്രാന, കപ്പിയാര, നീയും വീണ്ടും ജനനം പ്രാപിക്കണം. എല്ലാവരും വീണ്ടും ജനനം പ്രാപിക്കണം. ഞാൻ ഭാഗം വിടുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ സുവിശേഷം കേട്ടാൽ ഒന്ന് മാനസാന്തരം ഉണ്ടാകും. മർക്കോസിന്റെ സുവിശേഷം വായിപ്പിക്കുന്നില്ല. 1-ാം അധ്യായത്തിന്റെ 14 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ സുവിശേഷത്തിൽ വിശ്വസിക്കണം, മാനസാന്തരപ്പെടണം. ഇന്ന് രാത്രി സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. എന്തുവാ മാനസാന്തരം? നേരത്തെ പോയ വഴി കൂടി ഇനി പോകരുത്. ഒരു തിരിഞ്ഞു വരവ് നമുക്ക് ആവശ്യമാണ്. തിരിഞ്ഞു വരണം. എല്ലാവരും തിരിഞ്ഞു വരണം. മദ്യപിക്കുന്നവർ, പുകവലിക്കുന്നവർ, ലഹരി പദാർത്ഥത്തിന് അടിമപ്പെട്ടവർ, അതെല്ലാം വിട്ടേച്ച് ദൈവത്തെങ്കിലേക്കൊന്ന് തിരിഞ്ഞു വരണം. അതാ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വരണം. അതാ മാനസാന്തരം. ഞാൻ വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കുന്നില്ല, കാരണം ഒന്ന് സമയവും പോയി, രണ്ട് മലയാളത്തിൽ വായിക്കാൻ ആരുമില്ല. തമിഴിൽ വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ മലയാളത്തിൽ പറഞ്ഞിട്ട് നിങ്ങൾക്കും പലർക്കും മനസ്സിലാകുന്നില്ല. അപ്പൊ ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് ഇനി അധികം വിസ്തരിക്കുന്നില്ല, ഓടിച്ചങ്ങ് പോകാം. അപ്പോൾ സുവിശേഷം കേട്ടാൽ ഒന്ന് മാനസാന്തരം ഉണ്ടാകും. രണ്ട്, സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. സ്നാനം. ഷണ്ണൻ ദൈവാലയത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ രഥത്തിലിരുന്ന് തിരുവെടുത്ത് വായിക്കുക. ഫിലിപ്പോസിനോട് ദൈവാത്മാവ് പറഞ്ഞു, നീ ഗസയ്ക്കുള്ള നിർജ്ജന സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ രഥം വരുന്നു, ചേർന്ന് നടക്കാൻ പറഞ്ഞു, ചേർന്ന് നടന്നു. ആമേൻ. രഥത്തിൽ കയറി സുവിശേഷം പറഞ്ഞു. അങ്ങനെ എഴുതിയിരിക്കുന്നത് 8-ാം അധ്യായത്തിന്റെ 35 മലയാളത്തിൽ ഇങ്ങനെ, ഈ തിരുവെടുത്ത് അടിസ്ഥാനമാക്കി ഷണ്ണനോട് ഫിലിപ്പോസ് സുവിശേഷം പറഞ്ഞു. യെശയ്യാപ്രവചനം 53 അറുക്കാനുള്ള ആടിനെ പോലെ എണ്ണുന്ന ഭാഗമാണ് ഷണ്ഡൻ വായിച്ചത്. ആ തിരുവെടുത്ത് അടിസ്ഥാനമാക്കി ആധാരമാക്കി ഫിലിപ്പോസ് ഷണ്ഡനോട് സുവിശേഷം പറഞ്ഞു. അങ്ങനെ അവര് പോകയിൽ, എങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ട് പോകയിൽ വെള്ളമുള്ള സ്ഥലത്ത് വന്നപ്പോൾ ഷണ്ഡൻ ഫിലിപ്പോസിനോട്, ഇതാ വെള്ളം, എനിക്ക് സ്നാനപ്പെടണം. അപ്പം ശരിക്കും സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. പിന്നെ സ്നാനപ്പെട്ട് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. വല്ലപ്പോഴും പമ്മി ഇതിനകത്തും വന്നിരിക്കും. അത് ചോദിക്കും, ഇന്ന് ആരാ? ഇന്ന് അനീഷ് കാവാനും. എന്നാ ഞങ്ങളും വരുന്നുണ്ട്. ഞായറാഴ്ച ആകുമ്പം ഇതുങ്ങൾ അവിടെ പോവുകയും ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വലിയ മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതും മനസ്സിലാകുന്നില്ലല്ലോ, ഒന്നും മനസ്സിലാകുന്നില്ല. ദൈവത്തിന് മഹത്വം. നീ എത്രത്തോളം ഇരുതോണി കാല് വെക്കും? ചട്ടത്തിന്മേ ചട്ടം, ചട്ടത്തിന്മേ ചട്ടം, സൂത്രത്തിന്മേ സൂത്ര, സൂത്രത്തിന്മേ സൂത്ര. അവിടെ അല്പം, ഇവിടെ അല്പം. ചില ആൾക്കാരുണ്ട്, രാവിലെ പള്ളിയിൽ പോകും, അവിടത്തെ കഴിഞ്ഞേച്ച് ഉണ്ട്. അങ്ങനെ ഉണ്ട്, നമ്മുടെ അവിടെ ഒക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഇവിടെ ഉണ്ട്. രാവിലെ അവിടെ പോകും. ഇപ്പൊ നിങ്ങൾ എന്തൊക്കെയാ, ദൈവമേ 2 എണ്ണം വന്നതേ ഉള്ളൂ, ആ വഴിയും കൂടെ ആള് വന്ന് അടക്കിയാന്ന്. എത്രത്തോളം ഇരുതോണി കാല് വെക്കും? അപ്പൊ രാവിലെ അവിടെ പോയി അവിടുത്തെ സകല ചടങ്ങിനും കൂടും. അങ്ങനെയുള്ള ആൾക്കാർ 28 കണ്ടിനും പോകും, മാമോദിസായ്ക്കും പോകും, ആണ്ടിയാത്തത്തിനും പോകും, അടിയന്തരത്തിനും പോകും, ബർത്ത്ഡേക്കും പോകും, വെഡിങ് ആനിവേഴ്സറിക്കും പോകും, ക്രിസ്തുമസ് ആഘോഷിക്കാനും പോകും, ഈസ്റ്റർ ആഘോഷിക്കാനും പോകും, ഓശാന ഞായറാഴ്ച കുരുത്തോലയും പിടിച്ചുകൊണ്ട് നടക്കുക, എല്ലാം പോകുന്നുണ്ട്. എന്നുവെച്ച് ഇവിടെയും വരും ഞായറാഴ്ച. എന്നെ എല്ലാവരും പമ്മിയിരിക്കുന്നത്.
ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക വന്നത് അബദ്ധമായി ഒന്ന് അല്ല, വന്നത് നല്ലതാ. വന്നത് കൊണ്ട് ഇതെങ്കിലും കേൾക്കാനൊത്തല്ലോ, ഇത് കേൾക്കാനൊത്തല്ലോ. ദൈവത്തെ ഭജിക്കുന്നവര് ആമൻ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഷണ്ണൻ സ്നാനപ്പെട്ട് സന്തോഷിച്ചു പോയെന്ന പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. തമിഴിൽ എങ്ങനെ എഴുതിയേക്കുന്നത്? അതെ, ഷണ്ണന് സന്തോഷം ഉണ്ടായിരുന്നു, നമുക്ക് വലിയ സന്തോഷമൊന്നും കാണുന്നില്ല. അപ്പൊ ഷണ്ണൻ സന്തോഷിച്ച് പോയെന്ന് അവന്റെ വഴിക്ക്. പീലിപ്പോച്ചനെ ദൈവം കൈവിട്ടില്ല, ആത്മാവിൽ പൊക്കി അസ്തോതി കൊണ്ടുപോയി. അപ്പൊ ശരിക്ക് സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. ഈ സ്നാനം ചില ആൾക്കാർ ധരിച്ചു വച്ചേക്കുന്നതും ചില ആൾക്കാർ പഠിപ്പിച്ചേക്കുന്ന പെന്തിക്കോസുകാർ കണ്ടുപിടിച്ചതാണ്. ഇത് പെന്തിക്കോസുകാരൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ സ്നാനം ഉണ്ടായിരുന്നു. ഇല്ലേ? മിണ്ടുന്നില്ല. പെന്തിക്കോസുകാർ കൂടി വന്ന ഈ ഇന്ത്യയിൽ ഇപ്പൊ പെന്തിക്കോസുകാർ വന്നിട്ട് 125 കൊല്ലത്തിനപ്പുറം ആയില്ല. 125. അത് എനിക്ക് തോന്നുന്നത് ആദ്യമേ തമിഴ്നാട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ കേരളത്തിലോട്ട് വന്ന കുക്ക് സാഹിബൊക്കെ എല്ലാം കൂടെ ഒരു 125 കൊല്ലം അല്ലെ 150 എടുത്തു. ഇനി ഒരു അലോഗ്യം ഉണ്ടാക്കണ്ട. 150 കൊല്ലത്തിൽ മേലായിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞ് പെന്തിക്കോസുകാർ കണ്ടുപിടിച്ചത് സ്നാനം അല്ല. പെന്തിക്കോസുകാരുണ്ടാകുന്നതിന് മുമ്പ് 100 കൊല്ലത്തിന് മുമ്പ്, 200 കൊല്ലത്തിന് മുമ്പ്, 1000 കൊല്ലത്തിന് മുമ്പ്, 2000 കൊല്ലത്തിന് മുമ്പ് അല്ല, 10,000 കൊല്ലങ്ങൾക്ക് മുമ്പ് 8 പേര് വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് മുൻകുറി. അങ്ങനെ പത്രോസ് കൂടത്തിരിക്കുന്നത് ആ പെട്ടകത്തിൽ അല്പജനം 8 പേര് അത് വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു, സ്നാനത്തിന് ഒരു മുൻകുറി. അപ്പൊ സ്നാനം ശുശ്രൂഷയും സ്നാനവും പെന്തിക്കോസുകാർ കണ്ടുപിടിച്ചതല്ല, 10,000 വർഷങ്ങൾക്ക് മുമ്പേ ദൈവം ക്രമീകരിച്ച വിഷയമാണ്. സ്നാനപ്പെടണം. ചിലക്കിപ്പോഴും തർക്കമായി എങ്ങനെയാ സ്നാനപ്പെടേണ്ടതെന്ന്. വെള്ളത്തിൽ മുങ്ങണം, അല്ലാതെ തളിക്കുകയും കുടയുകയും മെഴുക്കി എടുക്കുകയോ ഒന്നും അല്ല സ്നാനം. വെള്ളത്തിൽ മുങ്ങണം. അതിനെന്നാ തെളിവ്? ഏറ്റവും വലിയ തെളിവ് യേശു കാണിച്ചു തന്നു. യോർദാനിൽ യോഹന്നാന്റെ കൈ കീഴിൽ യേശു സ്നാനപ്പെട്ടു. എന്നിട്ട് പറയുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. അപ്പൊ സ്നാനമോ ജഡത്തിന്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കുക. സ്നാനം യേശുവിനോട് ചേരുവാനാ, യേശുവിനെ ധരിക്കുവാനാ. അവിടുത്തെ ഭവിക്കുന്നതാ സ്നാനം. ദൈവത്തിന്റെ മഹത്വം. ഇനി സ്നാനപ്പെട്ട് കഴിഞ്ഞ് പിന്നെ അവിടെ നിൽക്കരുത്. നിൽക്കുന്നിടത്ത് നിൽക്കരുത്. ചെല്ല പറഞ്ഞ് എവിടെയെങ്കിലും നിന്നാ മതിയെന്ന അല്ല, നിൽക്കേണ്ടിടത്തേ നിൽക്കാവൂ. എവിടെയെങ്കിലും നിന്നാൽ എങ്ങനെയാ ഒക്കുന്നത്? റെയിൽവേ സ്റ്റേഷനിൽ പോവുക, ട്രെയിൻ പോകണം, എവിടെയെങ്കിലും നിന്നാ ട്രെയിൻ നിർത്തുമോ? പാളം നീളത്തിൽ കിടക്കുക, നമുക്ക് എവിടെയെങ്കിലും നിൽക്കുക. ഏതായാലും ഈ പാലത്തിൽ കൊണ്ടിരിക്കോ വരുന്നേ? ഇവരുടെ പാലം അങ്ങനെ. ഏതായാലും ഈ പാളത്തിൽ കൂടല്ലേ ട്രെയിൻ? വേറെ പാളമുണ്ടോ? ഇല്ല, ഒറ്റ പാളം ആവുള്ളൂ. അന്നാ നമുക്ക് എവിടെ ഉള്ളൂ നിർത്തുപോകും. മിണ്ടുന്നില്ല. അതിന് റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലണം. ചെന്നാൽ ഉടനെ ട്രെയിനിൽ കയറാൻ പറ്റുമോ? അവിടെ കിടക്കുന്ന ട്രെയിൻ ചാടി കയറാൻ പറ്റുമോ? അല്ല, പ്ലാറ്റ്ഫോമിൽ കയറണേ വരെ ടിക്കറ്റ് എടുക്കണം. പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലേ? ഇവിടെ ആരും എടുക്കുന്നില്ലെന്ന് തോന്നുന്നു. അതാ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നി പ്ലാറ്റ്ഫോമിൽ കയറേണ്ട ടിക്കറ്റ് എടുക്കണം. മനസ്സിലായോ? ഇവിടുന്ന് ചെന്നൈക്ക് യാത്ര ചെയ്യാൻ അത്ര നടപടിക്രമം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ചെന്നൈക്കാണ് നമ്മൾ സ്വർഗത്തിലോട്ട് പോകാൻ പോവുക. അങ്ങോട്ട് പോകണമെങ്കിൽ എന്തെല്ലാം വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥ പാലിക്കാതൊന്നും മേപ്പോട്ട് പോവുകയല്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എവിടെയും നിന്നാൽ പോരാ, നിൽക്കേണ്ടിടത്ത് നിൽക്കണം. ഈ സ്നാനപ്പെട്ട് കഴിയുമ്പോഴാണ് മിശ്രയുമായിട്ടുള്ള ബന്ധം വിടുന്നത്. കാരണം സ്നാനപ്പെട്ട മരകര കയറിയപ്പോൾ വേറെ രാജ്യത്താണ്. കുഞ്ഞാട് ചേർത്ത് ചോടത്തല ആചരിച്ചപ്പോഴെല്ലാം മിശ്രയിൽ തന്നെ നിൽക്കുക, മിശ്രയിൽ വിട്ടിട്ടില്ല. പക്ഷേ ചെങ്കടൽ കടന്ന് മറുകര കയറിയപ്പോൾ വേറൊരു രാജ്യത്താണ്. എന്ന് പറഞ്ഞാൽ പറവോനും അവൻ
അവന്റെ സൈന്യത്തിനും അവന്റെ യാതൊരു ശക്തിക്ക് ഇനി അധികാരമില്ല വേറൊരു രാജ്യത്തിന് വേണ്ടിയില്ല എന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ആ മിശ്രയുമായുള്ള ബന്ധം വിടുന്നത്. അതുകൊണ്ട് സ്നാനം ജനത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിയാണ്. അപ്പൊ ശരിക്കും സുവിശേഷം കേട്ടാൽ സ്നാനം നടക്കും. മാത്രമാണോ ശരിക്കും സുവിശേഷം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. കൊർന്നേലിയോസിന്റെ വീട്ടിൽ പത്രോസ് വന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു, ദൈവവചനം പറഞ്ഞു. ആ വചനം കേട്ട എല്ലാവരുടെ മേലും ആത്മാവ് വന്നവർ അന്യഭാഷകളിൽ സംസാരിച്ചു ദൈവത്തിന്. അപ്പൊ ശരിക്കും സുവിശേഷം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. മാത്രമല്ല ശരിക്കും സുവിശേഷം കേട്ടാൽ വേർപാടുണ്ടാവും, വേർപാടനുഷ്ഠിക്കും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 40-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ, ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ വേർപെട്ടിരിക്കണമെന്നാണ്. രക്ഷപ്പെടുവീൻ എന്ന് പറഞ്ഞാൽ അത് വേർപാട് ഉപദേശത്തെ കാണിക്കുക. ഞാനൊരു കാര്യം പറയാം ദൈവമക്കളോട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ വേർപാട് പാലിക്കണം. ലോകത്തിന്റെ ആഡംബരം, ലോകത്തിന്റെ മോഹം, ലോക ഇമ്പങ്ങളിൽ നിന്ന് പോയി കൂടുന്നരുത്. വേർപാട് കർക്കശമായി പ്രാപിക്കണം. അപ്പോൾ സുവിശേഷം കേട്ടാൽ ഇതെല്ലാം നടക്കണം. അതാ സുവിശേഷം. ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞേച്ച് എടുത്ത വാക്യത്തോട് കൂറുപുലർത്തി 1-2 കാര്യങ്ങൾ പറയാം. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരിൽ രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. ഈ സുവിശേഷത്തിന്റെ വിശേഷതയല്ല. 1, ഇത് രക്ഷ തരുന്ന മാർഗം. 2, പ്രത്യാശ തരുന്ന മാർഗം. 3, സമാധാന സുവിശേഷം. അടുത്തത് സുവിശേഷം കേട്ടാലുള്ള ഗുണഗണങ്ങൾ. 1, മാനസാന്തരം ഉണ്ടാകും. 2, സ്നാനം നടക്കും. 3, അഭിഷേകം പ്രാപിക്കും. 4, വേർപാടിന്റെ ഉപദേശത്തിൽ നിലനിർത്തും. അതാണ് സുവിശേഷം. ആ സുവിശേഷം കേട്ട് വന്ന വിശ്വാസികളായിരുന്ന എബ്രായ ക്രിസ്ത്യാനികൾ. അപ്പൊ ഇവര് യഹൂദന്മാരുടെ ആചാരം, അനുഷ്ഠാനങ്ങൾ, പാരമ്പര്യം, മാമൂലുകൾ എല്ലാം വിട്ടേച്ച് ഇവര് നസ്രായിന്റെ പുറകെ വന്നു, നസ്രായ മാർഗത്തിൽ വന്നു. അപ്പൊ ആരംഭ സമയത്ത് വളരെ തീക്ഷ്ണതയോടെ വന്നവരായ എബ്രായ വിശ്വാസികൾ. ആ തീക്ഷ്ണതയുടെ പര്യായമായ 2 വാക്യം ഞാൻ വായിപ്പിച്ചല്ലോ. 1 10-ാം അധ്യായത്തിന്റെ 32-ഉം 2 6-ാം അധ്യായത്തിന്റെ 9 മുതൽ. ഈ 2 വാക്യം പഠിക്കുമ്പോൾ ആരംഭ സമയത്ത് ഇവര് വളരെ തീക്ഷ്ണതയോടെ കർത്താവിനെ ഭജിച്ചവരാണ്. ആരംഭ സമയത്ത് വളരെ തീക്ഷ്ണതയോടെ ദൈവത്തെ ആരാധിച്ചവരാണ്. എന്നാൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി വിട്ടുപോകുന്നത്, ഉപേക്ഷിച്ചത്, വേണ്ടാന്ന് വെച്ചത് അബദ്ധമായി ഒന്നൊരു ചിന്ത. ആ ചിന്ത അകത്ത് കയറിയപ്പോൾ ഇവര് പിന്മാറി ക്ഷീണിച്ചു. ന്റെ 12-ാം വാക്യം. ഈ 2 വാക്യങ്ങളിൽ ഇവര് ക്ഷീണിച്ചതായിട്ട് തെളിയുക. 1, മന്ദത. 2, തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും. ഇവര് ക്ഷീണിച്ചു. അങ്ങനെ ക്ഷീണിച്ച് ഇവർക്കൊരു ചിന്ത, വിട്ടുപോകുന്നത് അബദ്ധമായോ, ഉപേക്ഷിച്ചത് മണ്ടത്തരമായോ, വേണ്ടാന്ന് വെച്ചത് ഭോഷത്വമായോ എന്ന് ചിന്തയകത്ത് കയറി. അങ്ങനെ ചിന്തയകത്ത് കയറിയപ്പോൾ ഇവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിട്ടുപോകുന്നതിനേക്കാൾ, ഉപേക്ഷിച്ചതിനേക്കാൾ, വേണ്ടെന്ന് വെച്ചതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താണ് നിങ്ങൾ വന്നു കയറിയിരിക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നാം വിട്ടതിനേക്കാൾ, ഉപേക്ഷിച്ചതിനേക്കാൾ, വേണ്ടെന്ന് വെച്ചതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താണ് വന്നു കയറിയിരിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠൻ നസറയനാകുന്ന യേശു ക്രിസ്തു. ഏറെ നല്ല സ്ഥലത്താണ് നമ്മൾ വന്നുപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു ശ്രേഷ്ഠനാണെന്ന് തെളിയിച്ചു. അവിടുന്ന് ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു അഗരോനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മൽക്കീസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു യോശുവായേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു യാഗങ്ങളെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠൻ. എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന, എല്ലാവരിലും യോഗ്യനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. ഞാനധികം വിവരിക്കുന്നില്ല. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു ശ്രേഷ്ഠൻ എന്ന് തെളിയിച്ചു. എന്നിട്ട് ഇടയ്ക്ക് പൗലോസ് ഒരു പദം പറഞ്ഞു, ഇവൻ എത്ര മഹാനെന്ന് നോക്കുവിൻ. മലയാളത്തിൽ അങ്ങനെ, തമിഴിൽ അങ്ങനെ എഴുതിയേക്കുന്നേ അങ്ങനെ തന്നെയാണോ? ഇവൻ എത്ര
നല്ല പദമാ. ഇവനെത്ര മേന്മയാനവൻ. ആ വാക്യം ഒന്ന് വായിച്ചേ, അറിയാവോ എന്ന് നോക്കട്ടെ. ഞാനും അങ്ങ് മറന്നുപോയി, എടുത്തു വായിര്. പാസ്റ്റർമാർക്ക് എന്തെങ്കിലും വായിക്കാം. മലയാളത്തിൽ ഇവൻ അത്ര മഹാൻ എന്ന് നോക്കിവനെന്ന, തമിഴിൽ എങ്ങനെ വായിച്ചോ? നിങ്ങളൊന്ന് എടുക്കാൻ വേണ്ടിയാ, നിങ്ങളും അതൊന്ന് പരിശോധിക്കാനാ ഞാൻ പറഞ്ഞു. ഏതായാലും വെറുതെ ഇരിക്കുകയല്ലയോ, അതൊന്നും തപ്പി എടുക്കും. ഞാൻ തന്നെ കടന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ഒന്ന് ബൈബിള് തുറന്ന് നോക്കട്ടെ. ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ എന്നാ മലയാളത്തില്. തമിഴിൽ എങ്ങനെയാന്നാ? ദൈവദാസൻ ഇവിടെ പറഞ്ഞു മേന്മ എങ്ങനെ മേന്മ. അത് ഒന്ന് വായിച്ചേ കേക്കട്ടെ. ഞാനൊന്ന് കേക്കട്ടെ. എനിക്കും തമിഴ് വലിയ ഇഷ്ടമാണ്, അറിയത്തില്ലെന്നേ ഉള്ളൂ. കണ്ടോ വല്ലോ? എന്നാ ഇന്ന് വിളക്കോളം ഇരുന്നാലും മിക്കവാറും ഇങ്ങനെ ഇരിക്കേ ഉള്ളൂ. എന്നാ 7-ാം അധ്യായത്തിൻ്റെ 4 വായിര്. ഏതായാലും ഞാനും വന്നു പോയല്ലോ. 7:4. പെരിയവനെന്നല്ലയോ? മതി പെരിയവൻ. ഒന്നുകൂടെ എങ്ങനെയാ അത് എഴുതിയേക്കുന്നത്? 7:4 മലയാളത്തിൽ 7-ാം അധ്യായം. ഇവൻ എത്ര മഹാനെന്നാ. തമിഴിൽ എങ്ങനാ? ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. അതെന്നാ? യേശുക്രിസ്തുവിന്റെ മഹത്വം ചെറുതല്ല. ഇല്ല, കർത്താവിനെ നിങ്ങൾ ശ്രദ്ധിച്ച് എല്ലാ വിഷയത്തിലും അവിടുന്ന് മഹത്വം ഉള്ളവനല്ലേ? അതെ, ജനിച്ചപ്പം മഹത്വം ഉള്ളവനാ. അവിടുത്തെ ജനനം മഹത്വമുള്ളവന്. എന്തുവാ ജനനത്തിൽ മഹത്വം? അയ്യോ, നിങ്ങൾ വേദപുസ്തകം പഠിച്ചേ. ജനിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ കാണുവാനായിട്ട് കിഴക്കിന്ന് വിദ്വാൻമാരാ വന്നേ. കിഴക്കിന്ന് വിദ്വാൻമാർ വന്നു. വെറുതെ ആണോ വന്നത്? പൊന്നെ മൂര് കുന്തിരിക്കും. അവിടുന്ന് ജനനത്തിൽ മഹത്വമുള്ളവനാ. ജനനത്തിൽ പെരിയവൻ. അതാ ഞാൻ തമിഴ് തന്നെ എടുക്കാനാണ് നല്ലത്. പെരിയവൻ. സ്തോത്രം. നമ്മൾ ജനിച്ചപ്പം ആരാ നമ്മളെ കാണാൻ വന്ന ചരിത്രമൊന്നും പറയാതിരിക്കുന്നതാ. എന്നോടൊരു സഹോദരി പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, ഈ കൊച്ചി ജനിച്ചിട്ട് ഇയാളുടെ വീട്ടിൽ നിന്ന് ഒരെണ്ണം വന്ന് കണ്ടതല്ല. പിന്നെ ഞാനായതുകൊണ്ടാ പിന്നെ ഇവരോട് എന്നോട് പറഞ്ഞതാ. ഞാനൊരു ദൈവവൈദ്യനായതുകൊണ്ട് പിന്നെ ഇതിനെയെല്ലാം ഈ വീട്ടിൽ കയറ്റുക. ഞാൻ ഈ കൊച്ചിനെ പ്രസവിച്ചിട്ട് ഇയാളുടെ വീട്ടിൽ, ഭർത്താവിൻ്റെ കാര്യമായി പറഞ്ഞത്, അയാളുടെ വീട്ടിൽ നിന്ന് ഒരെണ്ണം ഈ കൊച്ചിനെ വന്ന് കണ്ടില്ല. പിന്നെ 8 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കൊച്ചുമായിട്ട് അവിടെ ചെന്നപ്പോഴാണ് ഇവർ കണ്ട. പിന്നെ ഞാനിതൊന്നും മിണ്ടുന്നില്ലെന്ന്. അതാ നമ്മളെ കാണാൻ വന്ന ചരിത്രമാണ്. എന്നാൽ യേശുക്രിസ്തു ജനനത്തിൽ മഹത്വമുള്ളവനാ. അതെന്താ? അവിടെ നിന്ന് തിരുപ്പറവി കഴിഞ്ഞപ്പോൾ കാണാൻ വന്നത് കിഴക്കിന്ന് ഇന്ത്യന്ന് ചെന്നെന്നാ. ഇന്ത്യയിൽ നിന്ന് കിഴക്കാന്നല്ലോ. ആ രാജ്യത്തോട് ബന്ധപ്പെട്ടിത് കിഴക്കാ. ഇവിടുന്ന് ചെന്നെന്നാ. ഈ കേരളത്തിലൊരു സ്ഥലമുണ്ട്, പിറവം. അവർ പറഞ്ഞ പിറവത്തിൽ നിന്നാണ് ചെന്നെന്നാ. അവിടെ പള്ളിയൊക്കെ ഉണ്ട്, രാജാക്കന്മാരുടെ പള്ളി. അപ്പം അവിടുന്ന് പിറവത്തിൽ നിന്ന് അങ്ങ് ചെന്നെന്നാ അവർ പറയുന്നത്. പൊട്ടക്കഥയാ, അതവിടെ ഇരിക്കട്ടെ. എന്നാലും എന്നാ അവർ പറയുന്നത്. വലിയ പള്ളിയൊക്കെയാ, ഭയങ്കരം പള്ളി, പിറവം പള്ളി. അവിടെ രാജാക്കന്മാരുടെ പള്ളി ആറിൻ്റെ തീരത്തായിരിക്കുന്നത്. ഞാൻ ആ പള്ളിയിൽ പോയിട്ടുണ്ട്. പള്ളിയിൽ പോയത് കുർബാനയ്ക്ക് പോയതല്ല. ഇതെന്നാന്നൊന്ന് കാണണ്ടേ, കണ്ടേച്ച് വേണ്ടേ വല്ലതും പറയാം. ചുമ്മാ വലിയൊരു പറയുന്നത് കേട്ടോണ്ട് പറയാൻ പറ്റുമോ? അപ്പം ഇവിടുന്ന് പോയെന്നാ. അതവിടെ ഇരിക്കട്ടെ.
കാരണം അവിടുന്ന് ജനനത്തിൽ മഹത്വമുള്ളവനാ. ആ വിദ്വാൻമാര് ചെന്നപ്പോൾ എന്തുവാ കൊണ്ടുപോയത്? ഷാമ്പുവും ക്രീമും കുട്ടിക്കോറാടെ പൗഡറും അല്ലെ ജോൺസൺ അതൊന്നും അല്ല കൊണ്ടുപോയത്. നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ 2 കുട്ടികൊടുപ്പും 2 കാച്ചട്ടയും. ഇപ്പൊ പിന്നെ അതൊന്നും വല്ല ഈ വെക്കുന്ന കുന്തമുണ്ടല്ലോ, എന്തുവാ അതിന് പറയുന്നത്? പേഴ്സ്. ഇപ്പൊ പോകുന്ന അതൊക്കെ ആയിട്ടാ പോകുന്നത്. പിന്നെ യേശുവിനെ കാണാൻ ചെന്നപ്പോ പോയത് പൊന്ന് മോര് വന്നുമാകർന്നിന്നടുക്കൽ ഭക്തിയോടെ പൊന്ന് മൂര് കൊന്തിരയ്ക്ക കാഴ്ച വെച്ചോ. വന്നു മകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്ന് മൂര് കൊന്തിരയ്ക്കം ഉന്നതാധികാരമുള്ള മന്നവെന്നിയൂതങ്കർ സന്നമിച്ചു ചോക്ഷിക്കും നീതാ നിശങ്കമായി സിയോൻ നരപതിയെ സിയോൻ നരപതിയെ സിയോൻ നാശപാത്രമായ ലോക ആകെയുത്ത് പതിന കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കേ. എനിക്ക് കാലിന് അല്പം ഇരുന്നോട്ടെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു ജനനത്തിൽ മഹത്വവാനാ. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 4 പറയുക ഇവൻ എത്ര മഹാനെന്ന് നോക്കണം. ജനനത്തിൽ മഹത്വമുള്ളവനാ, ദൈവത്തിന് മഹത്വം. എൻ്റെ ഭാഷ പറഞ്ഞ അത്താവിത്ത ആൾക്കാരല്ലേ യേശുവിനെ കാണാൻ ചെന്നേ, കിഴക്കിന്ന് വിദ്വാൻമാരാ ചെന്നേ. അവര് പിന്നെ ചെന്നത് ഇച്ചിരി പരുവക്കേടിലാ പോയത്. നിങ്ങളിത് ആദ്യം ചെന്നത് കൊട്ടാരത്തിലാ. അവർ കൊട്ടാരത്തിൽ ചെന്ന് ഹെരോദാവിനോട് ചോദിച്ചു, അല്ലേ രാജാവായിട്ട് പിറന്നവൻ അയാളുടെ അകവാള് വെട്ടിപ്പോയി. ജോഡി ഞാനറിയാതെ അയാൾ അന്തം വിട്ടുപോയി. ചുരുക്കി പറഞ്ഞാൽ പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞൊരു പരുവത്തിനാക്കിയിട്ട് പുള്ളി പറഞ്ഞു, നിങ്ങൾ അവനെ കണ്ടു കഴിയുമ്പം വന്ന് റിപ്പോർട്ട് പറയണേ, എനിക്കൂടെ അവനെ പോയെന്ന്. അയാൾ സൂത്രം പറഞ്ഞതാ, ദൈവം വേറെ വഴി ഇവരെ വിട്ടു. അവിടുന്ന് ജനനത്തിൽ മഹത്വവാനാ. ഇവൻ എത്ര മഹാനെന്ന് നോക്കണം. യേശുവിൻ്റെ ഓരോ ചെയ്തികളും നോക്കിയാൽ ഇതുപോലെ മഹത്വമുള്ള മഹാനായ പെരിയവൻ വേറെ ഇല്ല. 12-ാമത്തെ വയസ്സിൽ വെല്ലുപള്ളി ചെന്നു. ശാസ്ത്രിമാരെല്ലാം മട്ട വിരിക്കുക. അവർ ചോദിച്ചതിനെല്ലാം തൊടുകുറിക്ക് മറുപടിയും പറഞ്ഞു. ശാസ്ത്രിമാരുടെ നാവടച്ചു. അപ്പൊ അവര് പറയുന്ന പദമുണ്ട്, ശാസ്ത്രം പഠിച്ചിട്ടില്ലാത്ത ഇവൻ ഇത്ര ശക്തമായിട്ട് ആഴമേറിയ കാര്യങ്ങൾ പറയുന്നല്ലോ, അന്തം വിട്ടുപോയി. അവിടുന്ന് സംസാരത്തിലും മഹത്വമുള്ളവനാ. അവിടുത്തെ ഇടപാടെല്ലാം മഹത്വമുള്ള രീതിയില്ല. നിങ്ങൾക്കറിയാം, 4-ാം അധ്യായം യോഹന്നാൻ പഠിക്കുമ്പോൾ ആ സുഗാർ എന്ന സ്ഥലത്ത് ശമരിയിൽ കൂടി പോയി. അവിടെ ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു, വെള്ളം കോരാൻ വന്നതാ. ആ സ്ത്രീയുമായിട്ട് യേശു സംസാരിച്ചു. ശിഷ്യന്മാരാരും അടുത്തില്ല. പക്ഷെ ആ സ്ത്രീയുമായിട്ട് സംസാരിച്ചപ്പോൾ അവിടുത്തെ മഹത്വം വെളിപ്പെട്ടത് കണ്ടോ? അവിടുന്ന് മഹാനാ. ആ സ്ത്രീയുമായിട്ട് സംസാരിച്ച് ഒടുവിൽ അവർക്ക് മനസ്സിലായി ഇവൻ മിശിഹായാണെന്ന്. അതാ സംസാരത്തിന്റെ മഹത്വം. ആദ്യം അവർക്ക് മനസ്സിലായി യഹൂദനാന്ന്, പിന്നെ മനസ്സിലായി യഹൂദൻ മാത്രമല്ല ഇച്ചിരി മിടുക്കുള്ളയാള്, പിന്നെ അവർക്ക് മനസ്സിലായി ഇവനൊരു പ്രവാചകനാ, പിന്നെ അവർക്ക് മനസ്സിലായി പറഞ്ഞു ഇവൻ ആമേൻ മിശിഹായാന്ന് പറഞ്ഞു. അതാ സംസാരത്തിലും എല്ലാം അവിടുന്ന് മഹത്വമുള്ള ദൈവമാണ്. പ്രവൃത്തിയിലും മഹത്വമുള്ളവനാ. മരിച്ചവന്റെ മഞ്ചത്തെ തൊട്ടുടനെ ചെറുക്കൻ ചാടി എഴുന്നേറ്റു. കർത്താവിന്റെ മഹത്വം. ഇവൻ ചാടി എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ചെറുക്കനെ അമ്മയ്ക്ക് കൊടുത്തേച്ച് യേശു അടുത്ത ശുശ്രൂഷയ്ക്ക് പോയി. അതാ മഹത്വം. നമ്മളന്ന് ആ തള്ളേനെ ഇവനെ കാണിക്കുകയല്ല, ചെറുക്കനെയും കൊണ്ട് നമ്മളുള്ള സ്റ്റേജിലെല്ലാം കയറ്റി സാക്ഷി പറയിപ്പിച്ച് അവനെ വെച്ച് കുറച്ച് കളി കളിക്കും. അങ്ങനെയാണെന്നില്ല ഇപ്പം ഓരോരുത്തർ കണ്ടിട്ടില്ലേ, ടി വിയിലും അതിലുമൊക്കെ എവിടെയെങ്കിലും ഒരു സൗഖ്യമായി ഉടനെ ആ എൻ്റെ വടിയെടുത്ത് എറിയുന്നൊരു ഫോട്ടോ. പുള്ളി ചെല്ലുന്നതിന് മുന്നേ ഈ ഫോട്ടോ അവിടെ അല്ല.
യേശു ആ കൊച്ചനെ വെച്ച് ഒരു കളിയും കളിച്ചില്ല. കൊച്ചനെ അമ്മയ്ക്ക് കൊടുത്ത് ജയിച്ചു അടുത്ത സ്ഥലത്തോട്ട് പോയി. അത് അവിടുന്ന് മഹത്വാനാ. ഇവൻ എത്ര മഹാനെന്ന് നോക്കണം. യേശു എല്ലാവരിലും മഹത്വാനാ. ഞാൻ അധികം വിവരിക്കുന്നില്ല. സ്തോത്രം. മരണത്തിലും മഹത്വാനാ. കാരണം അവൻ അടക്കിയത് ആരെയും വെക്കാത്ത പുതിയ കല്ലറയല്ല. യെശയ്യാപ്രവാചകൻ എഴുതിയിരിക്കുക, അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ഉയർപ്പിലും മഹത്വാനാ. ഇവിടെ വന്ന സകല മത നേതാക്കന്മാരും മതഗുരുക്കന്മാരും സാമുദായിക നേതാക്കന്മാരും വമ്പന്മാരും ചക്രവർത്തികളും സാമ്രാട്ടുകളും എല്ലാം മരിച്ച് മണ്ണോട് ചേർന്നു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇന്ന് വരെ ഉയർത്തിട്ടില്ല, അവിടെ കിടക്കുക. ഉരുക്ക് വനിതയെന്നൊക്കെ പറയും. ഇന്ത്യ കണ്ടതിലും വെച്ച് മിടുമിടുക്കിയായിരുന്നു ഇന്ദിരാഗാന്ധി. വെടിയേറ്റാ മരിച്ചത്. ഇന്ന് വരെ ഉയർത്തിട്ടില്ല. സ്തോത്രം. അലക്സാണ്ടർ മുഴുവൻ വെട്ടിപ്പിടിച്ച് ആകാശത്തോട് നോക്കിയച്ച് പറഞ്ഞ് ഞാൻ വെട്ടിപ്പിടിച്ചേനെ വരുന്നെന്ന്. സമുദ്രത്തോടും പറഞ്ഞതാ, കരയായിരുന്നെങ്കിൽ ഞാൻ വെട്ടിപ്പിടിച്ചേനെ. പുള്ളി എൻ്റെ വാള് ചുടറ്റിട്ട് ചോദിച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാനുമായിട്ട് യുദ്ധം ചെയ്യാൻ. പക്ഷേ മരിക്കാന സമയത്ത് കൈയെല്ലാം ഇങ്ങനെ ഇട്ടേക്കാൻ ആൾക്കാരോട് പറഞ്ഞു. വെട്ടിപ്പിടിച്ച സ്വർണമെല്ലാം വീതിയിൽ നിരത്തിയേക്കാൻ. സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, പിന്നെ കൈ ഇങ്ങനെ ഇട്ടേക്കണം, ഒന്നും ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോവുകയെന്ന്. അവരെല്ലാം മരിച്ചു മണ്ണോട് ചേർന്നു. പക്ഷേ യേശു ക്രിസ്തു മഹത്വമുള്ളവനാ, പെരിയവൻ. കാരണം മരിച്ചതിൻ്റെ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. ഇവൻ എത്ര മഹാനെന്ന് നോക്കണം. ദൈവത്തിന് മഹത്വം. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്തിയിരിക്കുക. ഓടിച്ചവസാനിപ്പിക്കുക. നമ്മൾ 10-ാം അധ്യായത്തിന്റെ 32 മുതലാണ് വായിച്ചത്. 10-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഏകയാഗത്താൽ സദാകാലത്തേക്കും യേശു ക്രിസ്തു പാപപരിഹാരം വരുത്തി സ്വർഗത്തിലേക്ക് പോയി. യേശു സ്വർഗത്തിൽ ചെന്നു. ആ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ ഒന്ന് വായിച്ചേ. മൈക്ക് കൂടെ വായിച്ചാൽ നല്ലതായിരിക്കും. 10-ാം അധ്യായത്തിന്റെ 19 മുതൽ. ஆகையால் சகோதரரே, நாம் பரிசுத்த ஸ்தலத்தில் பிரவேசிப்பதற்கு இயேசுவானவர் தமது மாம்சமாகிய திரையின் வழியாய் புதிதும் ஜீவனுமான மார்க்கத்தை நமக்கு உண்டு பண்ணபடியால் அந்த மார்க்கத்தின் வழியாய் பிரவேசிப்பதற்கு அவருடைய இரத்தத்தினாலே நமக்கு தைரியம் உண்டாயிருக்கிறபடியினாலும் தேவனுடைய வீட்டின் மேல் அதிகாரியான மகா ஆசாரியர் நமக்கு ஒருவர் இருக்கிறபடியினாலும் துர்மனசாட்சி நீங்க தெளிக்கப்பட்ட இருதயம் உள்ளவர்களாயும் சுத்த ஜலத்தால் கழுவப்பட்ட சரீரம் உள்ளவர்களாயும் உண்மையுள்ள இருதயத்தோடும் விசுவாசத்தின் பூரண நிச்சயத்தோடும் சேர்க்கடவோம். அல்லாமலும் நம்முடைய நம்பிக்கையை அறிக்கை ഇടുகிறതിൽ അസവില്ലാமல் ഉറുതിയായിരിക്ക കടവോം. മതി. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ചില കാര്യങ്ങൾ പൗലോസ് രേഖപ്പെടുത്തി. യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തെങ്കിലൊക്കെ പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേലൊരു മഹാപുരോഗതിന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് ആ പരമാർത്ഥ മനസ്സോടെ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലണം. അപ്പോൾ ഈ 10-ാം അധ്യായത്തിൻ്റെ 19 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ പൗലോസ് ഒരു ആഹ്വാനം കൊടുക്കുക. നിങ്ങളെല്ലാവരും അടുത്ത് വരണം. 4-ാം അധ്യായവും 3-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ എവിടേക്ക് വരണം? ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് വരണം. അപ്പോൾ 10-ാം അധ്യായത്തിൽ പറയുക, നിങ്ങൾ അടുത്ത് വാ. അപ്പോൾ അടുത്ത് വാ എന്ന് പറയുമ്പോൾ ഓർക്കണം, ഇപ്പം ഇവരകന്നിരിക്കുക. അതാ ഞാൻ മുമ്പേ പറഞ്ഞ, ഒരു കാലത്ത് ഇവരടുത്ത് നിന്നവരാ. ദൈവത്തോടും ദൈവസഭയോടും കൂട്ടായ്മയോടും ആരാധനയോടും ആത്മീയ ശുശ്രൂഷയോടും അടുത്ത് നിന്നവർ ഇപ്പോൾ ഈ ലേഖനം എഴുതുമ്പോൾ അകന്നു നിൽക്കുന്നു. അപ്പോൾ അകന്നു നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, നിങ്ങൾ അകന്നു നിൽക്കരുത്, മാറി നിൽക്കരുത്. ഇന്ന് രാത്രി ധൈര്യത്തോടെ നിങ്ങൾ അടുത്ത് വരണം. അതാ ഞാൻ മുമ്പേ സൂചിപ്പിച്ചത്, ഒരു കാലത്ത് ഇവരെ അടുത്ത് നിന്നവരാ. എങ്ങനെ?
അത് 10-ാം അധ്യായത്തിൽ വായിച്ചല്ലോ. നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്ന് ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ചൊരു സമയമുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത് നിന്നവരാ. മാത്രമാണോ, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം ആരംഭ സമയത്ത്, എല്ലാം വിവരിക്കുന്നില്ല, ആരംഭ സമയത്ത് ഈ വേലയോടും ശുശ്രൂഷയോടും കൂട്ടായ്മയോടും വളരെ അടുത്ത് നിന്നവരാ. എന്നാൽ ഇപ്പോൾ ഇവര് അകന്നിരിക്കുക. ഇവര് അകന്നു പോകാൻ എന്നാ കാരണം? 2 കാരണം എടുത്തു വായിപ്പിക്കുന്നില്ല. 2 കാരണം. 1 ദുർമനസാക്ഷി, 2 ഒരു നല്ല ഹൃദയമില്ല. 2 കാരണത്താൽ ഇവരെ അകന്നുപോയി. ദുർമനസാക്ഷി, മനസാക്ഷിക്ക് യാതൊരു പോറൽ വേൽക്കുന്നില്ല. 2 ഹൃദയമില്ല. നമ്മുടെ ചില ആൾക്കാരുടെ ഇരിപ്പും പ്രവൃത്തിയും കണ്ട ഹൃദയം ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഉദാഹരണം, ഒരു ഭിക്ഷക്കാരൻ വന്നാൽ പോലും 10 പൈസ കൊടുക്കാത്ത ആൾക്കാരുണ്ട്. കാരണം ഹൃദയമില്ല. അത് അവരുടെയും കുഴപ്പമല്ല, അവരെല്ലാവരും ഹൃദയം കർത്താവിന് കൊടുത്തു പോയി. അതുകൊണ്ടാണ്. ഉണ്ടായിരുന്നെങ്കിൽ 10 രൂപ കൊടുത്തതിന്. കാരണം ആർക്കും ഹൃദയമില്ല, എല്ലാവരും ഹൃദയം ചെല്ലുപഴത്തില്ല. ഞാൻ 20 കൊല്ലം മുമ്പ് എൻ്റെ ഹൃദയം അതുകൊണ്ടാണ്. അപ്പുറത്തെ വീട്ടിൽ ഒരാൾ വിശന്നിരുന്നാൽ ഇവിടെ ഭക്ഷണമുണ്ടെങ്കിൽ അത് കൊണ്ട് കൊടുക്കാൻ ഹൃദയമില്ല. കാരണം ഹൃദയം കർത്താവിന് കൊടുത്തു പോയി. 2 കാരണത്താൽ ഇവരകന്നിരിക്കുക. 1 ദുർമനസാക്ഷി, 2 ഒരു നല്ല ഹൃദയമില്ല. നമ്മുടെ കൂടെ ആരാധിക്കുന്ന ഒരുത്തന് 1 സെന്റ് ഭൂമി പോലുമില്ല. നിങ്ങളുടെ കാര്യമല്ല, 1 സെന്റ് ഭൂമിയില്ല. അവൻ്റെ തൊട്ടടുത്തിരുന്ന് ആരാധിക്കുന്നവന് 5 ഏക്കറുണ്ട്. ഉദാഹരണമാണ്. ഈ 5 ഏക്കറുള്ള പുള്ളി 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്തവന് ന്യായമായിട്ടൊരു 5 സെന്റ് സ്ഥലമെങ്കിലും കൊടുക്കണം. ദശാംശം പോലും ആകുന്നില്ല. പക്ഷെ അവൻ കൊടുക്കുന്നില്ല. അതിൻ്റെ കാരണം അവൻ്റെ കുഴപ്പമല്ല, അവൻ ഹൃദയം കർത്താവിന് കൊടുത്തു പോയത് കൊണ്ട്. ഹൃദയമില്ല. ഹൃദയമല്ല. നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാൾക്ക് ന്യായമായ നടപടിയാ അവന് വെള്ളം കൊടുക്കുക, ചായ ഉണ്ട് ചായ കൊടുക്കുക. അത് കൊടുക്കണം. പക്ഷേ പലരും ചെയ്യത്തില്ല, ഹൃദയമില്ലാഞ്ഞിട്ടാ. ഞാനിവിടെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, വെള്ളം വേണോ ചായ വേണോ? നിങ്ങൾക്ക് ഹൃദയം ഉണ്ട്, അഭിനന്ദിക്കുന്നു. ചിലയിടത്ത് എന്നാൽ ഹൃദയമൊന്നും വന്നപ്പോഴേ ചോദിച്ചു, അവിടെ വെച്ചും ചോദിച്ചു ചായ വേണോ? ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, സമയം പോയല്ലോ, വചനം പറയാം, ഇത് കഴിഞ്ഞ് വെച്ച് വേണോ ഒരു കാപ്പിയോ ചായയോ കുടിക്കാം. അപ്പം നിങ്ങൾ ഹൃദയം ഉള്ളവരാ, അത് മനസ്സിലായി. ചിലയിടത്ത് എന്നാൽ ഹൃദയം ഒന്നുമില്ല. അപ്പൊ 2 കാരണത്താൽ ഇവര് അകന്നുപോയി. 1 ദുർമനസാക്ഷി. പ്രിയരെ, മനസാക്ഷിക്ക് ഭംഗം ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യരുത്. മറ്റുള്ളവരെ ബഹുമാനിക്കണം, മറ്റുള്ളവരെ ആദരിക്കണം, മറ്റുള്ളവരെ നല്ല രീതിയിൽ അവരോട് ഇടപെടണം. പ്രായമുള്ളവരെ ബഹുമാനിക്കണം, പിതാക്കന്മാരെയും മാതാക്കളെ ആദരിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, സമൂഹത്തോട് സഹവർത്തിത്വം പുലർത്തണം. ഈ രാജ്യത്ത് പാർക്കുമ്പോൾ രാജ്യത്തിന് നിയമങ്ങളുണ്ട്, വചനപ്രകാരമുള്ളത്, അതനുസരിക്കണം. ഇതൊക്കെ നമ്മളെ ഏൽപ്പിച്ച കാര്യമാണ്. 2 കാരണത്താൽ അകന്നു പോയി. 1 ദുർമനസാക്ഷി, 2 നല്ല ഹൃദയമില്ല. അങ്ങനെ അകന്നു പോയവര് അങ്ങ് പൊക്കോട്ടെ എന്നല്ല അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ അടുത്തോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഇവര് അടുത്തോട്ട് വിളിക്കുമ്പോൾ 3 കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാ ഇവരെ വിളിക്കുന്നത്. നിങ്ങൾ അടുത്തോട്ട് വാ, അതിന് 3 കാരണം പറയാം. 1, യേശു തൻ്റെ ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അകന്ന് നിൽക്കരുത്, ഇന്ന് രാത്രി അടുത്ത് വരണം. ഗതസമനെ വെച്ച് നമ്മുടെ കർത്താവിനെ പിടിച്ച് അന്ന് രാത്രി വിസ്തരിച്ചു. കുറ്റമൊന്നും കണ്ടില്ലെങ്കിലും യഹൂദജനത്തിൻ്റെയും നേതാക്കന്മാരുടെ ആക്രോശവും അവരുടെ വൈരാഗ്യബുദ്ധി നിമിത്തം യേശുവിനെ ക്രൂശിക്കണമെന്ന് ഒരുമിച്ച് ഏറ്റുപറഞ്ഞു. ബറബാസിനെ വെറുതെ വിട്ടുകിടക്കണം, യേശുവിനെ ക്രൂശിക്കണം. ആക്രോശിച്ചു. അങ്ങനെ റോമൻ പടയാളികൾ ആമെ മുൾക്കൊളുത്തും ഈയക്കട്ടയും ചൂണ്ടലുമെല്ലാം കൂട്ടിക്കെട്ടി കുതിരകളുടെ തോല് നാരായി കീറി അങ്ങനെയുള്ള ചാട്ട, അതിൻ്റെ അറ്റത്ത് ഈയക്കട്ടയും മുൾക്കൊളുത്ത് വലിയ കഷണം ചൂണ്ടലുമെല്ലാം കൂട്ടിക്കെട്ടി ആ കൂട്ടിക്കെട്ടിയ ആ ചാട്ട അടിച്ച് പറിക്കുമ്പോൾ പച്ച മാംസം ശരീരത്തിൽ നിന്ന് പറഞ്ഞ് ഇറന്നു മാറുക. അത് ഒരു വെള്ളത്തിൽ ഇങ്ങനെ കുടഞ്ഞ് കഴുകുമ്പോൾ മാംസ കഷണങ്ങൾ ഇങ്ങനെ വിറയ്ക്കുക.
അത് മാംസം ഓരോ അടിക്ക് പറഞ്ഞ് കീറുന്നു. സങ്കീർത്തനക്കാരൻ ആത്മാവിൽ പാടി അവിടുത്തെ മുതുക് ഉടവുചാല് പോലെ നീളത്തെ കീറി, കലപ്പ കൊണ്ട് കണ്ട ഉടുകുന്നത് പോലെ അവിടുത്തെ തിരുശരീരം ഉടുത് മറിച്ചു. എന്തിനാണെന്നറിയാമോ? നീ ധൈര്യത്തോട് ഞടുത്ത് വരാൻ. അവിടുത്തെ ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുത്തൻ വഴി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുക. അതുകൊണ്ട് അകന്ന് നിൽക്കരുത്, ദൂരെ നിൽക്കരുത്, മാറി നിൽക്കരുത്. ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്തോട്ടിഞ്ഞ് വരണം. എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാൻ എന്തിനാ വരുന്നേ, ആർക്കാ എന്നോട് താല്പര്യം? അല്ലല്ലല്ല, നിന്നെ സ്നേഹിക്കുന്ന യേശുവുണ്ട്, നിന്നെ ഇഷ്ടപ്പെടുന്ന യേശുവുണ്ട്, നിന്നെ രക്ഷിക്കുന്ന യേശുവുണ്ട്, നിന്നെ വിടുവിക്കുന്ന യേശുവുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി അകന്ന് നിൽക്കരുത്, ധൈര്യത്തോടെ അടുത്തോട്ട് വരണം. ഓർപ്പിച്ചല്ലോ, 2 കാരണത്താലാണ് അകന്നു പോയത്. 1 തുർമന സാക്ഷ്യം, 2 നല്ല ഹൃദയമില്ല. എന്നാൽ അവരതിലെ അങ്ങ് പൊക്കോട്ടെ എന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ളവർ ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്ത് വരണം. അടുത്ത് വരാൻ 3 കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. 1, ദേഹമെന്ന തിരശീല ചീന്തി യേശു ഒരു പുത്തൻ വഴി നമുക്ക് ഒരുക്കി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഇനി അടുത്ത് വരണം. 2, അവിടുത്തെ പരിശുദ്ധ രക്തം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ആ രക്തത്തിൻ്റെ വിശേഷത സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. യേശുവിൻ്റെ പരിശുദ്ധ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഈ രക്തം വിലയേറിയ രക്തമാണ്. ഈ രക്തം പുണ്യാക രക്തമാണ്. ഈ രക്തം സംസാരിക്കുന്ന രക്തമാണ്. ഈ രക്തം രോഗശാന്തി തരുന്ന രക്തമാണ്. ഈ രക്തം പാപം മോചിക്കുന്ന രക്തമാണ്. ഈ രക്തം ആമേൻ സ്വന്തം ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. ഈ രക്തം ആട്ടുകൊറ്റന്മാരുടെ കാടക്കിണാക്കളിൻ്റെ രക്തത്തെക്കാൾ വിലയേറിയ രക്തമാണ്. ഈ രക്തം ആമേൻ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നത് നമുക്ക് ജയം തരുന്ന രക്തമാണ്. സകല പാപങ്ങളും പോക്ക് നമ്മെ ശുദ്ധീകരിക്കുന്ന അവിടുത്തെ പരിശുദ്ധ രക്തം. നിങ്ങളുടെ അകൃത്യങ്ങൾ രക്താംബരം പോലെ ഇരുന്നാൽ, എത്ര കടും ചുമപ്പായിരുന്നാലും അത് പഞ്ഞി പോലെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായ പരിശുദ്ധ രക്തമാണ് യേശു ക്രിസ്തുവിൻ്റെ രക്തം. ആ രക്തം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ രക്തത്താൽ നിങ്ങളെ കഴുകും. ആ രക്തത്താൽ സകല പാപങ്ങളും മോചിക്കും. ആ രക്തത്താൽ നിങ്ങൾക്ക് ശുദ്ധീകരണമുണ്ടാകും. പാടാൻ വയ്യ, തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുക. അതുകൊണ്ട് ഒരു വരി പാടുന്നെന്ന് പറയുന്നില്ല, പറയാം. നിങ്ങൾക്കറിയാമെങ്കിൽ പാടിക്കോ. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ, പൂർണ്ണശ്രേയം ഈ നിമിഷം തൻ കൃപ തന്നിൽ ശുദ്ധി ആയോ നീ. കുളിച്ചോ കുഞ്ഞാട്ടി ആത്മാശുദ്ധി നൽകും രക്തത്തിൽ, ഇപ്പോൾ നീ കളങ്കമോ. കുളിച്ചോ കുളിച്ചോ കുഞ്ഞാട്ടി ആത്മാശുദ്ധി നൽകും രക്തത്തിൽ, കർത്തൻ ഏറ്റവും വെണ്മയായി കാണുമോ, സ്വർഗ്ഗത്തിൽ വാസം ചെയ്തിടായോ ഞാൻ മാത്രമായി. ആത്മശുദ്ധി നൽകും രക്തത്തിൽ, കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം.
അപ്പൊ ശ്രദ്ധിക്കുക, 3 കാര്യങ്ങൾക്കാണ് ഇവരെ അടുത്തോട്ട് വിളിക്കുന്നത്. ഒന്ന്, യേശുക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അറച്ചു നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ, അകന്നു നിൽക്കാതെ ധൈര്യത്തോടിഞ്ഞു വരണം. 2, യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം ഇവിടെ ഉണ്ട്. പാപം മോചിക്കുന്ന, രോഗം സൗഖ്യമാക്കുന്ന, സമാധാനം തരുന്ന, ജയം തരുന്ന വിലയേറിയ പുണ്യാകമായ ആ പരിശുദ്ധ രക്തം ഇവിടെയുണ്ട്. സകല പാപങ്ങളും മോചിക്കുന്ന രക്തം. ആ രക്തം ഇവിടെ ഉള്ളത് കൊണ്ട് ധൈര്യത്തോടിഞ്ഞു വരണം. 3, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവന് സ്വർഗത്തിലുണ്ട്. പക്ഷപാതം എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ച് വാദിക്കുക, അതാ പക്ഷപാതം. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ യേശു പക്ഷപാതം ചെയ്യുക. നമ്മുടെ പക്ഷം പിടിക്കാനും വാദിക്കാൻ ആരുമില്ലെന്നോർത്ത് നീ നിരാശപ്പെടണ്ട. അകലാണ്ടങ്ങളുടെ ഉടയവനാകുന്ന സർവശക്തനായ യേശു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അകന്നു നിൽക്കരുത്, ധൈര്യത്തൊടിഞ്ഞു വരണം. ഞാൻ ഓടിച്ചു നിർത്താം. 9 ദൈവദാസം പറഞ്ഞൊരു 10 മിനിറ്റ് കൂടെ എടുത്തോട്ടെ. എടുത്തോളാൻ അനുവദിച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, 2 കാരണത്താൽ ഇവരകന്നു പോയി. 1, ദുർമനസാക്ഷി. 2, നല്ല ഹൃദയമില്ല. അവരങ്ങനെ അങ്ങ് പോകട്ടെന്നല്ല, അവരെ ഇങ്ങോട്ട് വിളിക്കുക, ഇനി അടുത്ത് വരാൻ. 3 കാര്യങ്ങൾ കാണിച്ചാ ഇവരെ വിളിക്കുന്നത്. 1, ദേഹമെന്ന തിരശ്ശീല ചീന്തി യേശു പുത്തൻ വഴിയൊരുക്കി, അടുത്ത് വാ. 2, പരിശുദ്ധ രക്തമുണ്ട് പാപം മോചിക്കുന്ന, അതുകൊണ്ട് അടുത്ത് വാ. 3, നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്ന ഒരുവന് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് അറച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്, ധൈര്യത്തിൽ വരണം. പിന്നെ അടുത്തോട്ട് വരുമ്പോൾ 2 വിധത്തിലെ ശുദ്ധീകരണം ഉണ്ടാകണം. 2 വിധത്തിലെ ശുദ്ധീകരണം. 1, ആന്തരിക ശുദ്ധീകരണം. 2, ബാഹ്യ ശുദ്ധീകരണം. അത് 2 ആ വാക്യത്തിലുണ്ട്. ആന്തരിക ശുദ്ധീകരണത്തിന്റെ വാക്യമാണ് ഹൃദയങ്ങളിൽ തളിക്കണം. ഹൃദയങ്ങളിൽ, മലയാളത്തിൽ ഹൃദയത്തെ തളിക്കണമെന്നാ, തമിഴിൽ എങ്ങനെ എഴുതിയേക്കുന്നത്? തളിക്കപ്പെട്ട ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ തളിക്കണം. എന്തോ തളിക്കണം? ആനാവെള്ളമായിരിക്കും. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം, സകല പാപങ്ങളും മോചിക്കുന്ന രക്തം, സകല അകൃത്യങ്ങളും മോചിക്കുന്ന രക്തം ഹൃദയങ്ങളിൽ തളിക്കണം. ഹൃദയമാകത്ത, അതാ ഞാൻ പറഞ്ഞ ആന്തരിക ശുദ്ധീകരണം. അത് നമ്മളെ കൊണ്ടൊന്നും ഒക്കത്തില്ല, ദൈവം ചെയ്യുന്നതാണ്. ആന്തരിക ശുദ്ധീകരണം അത് ദൈവം ചെയ്യും. 2, ബാഹ്യ ശുദ്ധീകരണം. അതിൻ്റെ വാക്യം ആ മലയാളത്തിൽ ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകണം. തമിഴിൽ എങ്ങനെയാ കൊടുത്തേക്കുന്നത്? ശുദ്ധ വെള്ളത്താൽ ശരീരം. ഈ ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകണം എന്ന് പറഞ്ഞാൽ മിനറൽ വാട്ടർ കൊണ്ട് കുളിക്കണമെന്നാണോ? അവിടെ ശുദ്ധ വെള്ളമെന്ന് ഉദ്ദേശിച്ചത് മായമില്ലാത്ത വചനം, നിർമ്മല വചനം, കൂട്ട് ചേർക്കാത്ത വചനം, ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കുന്ന വചനം. അതാണ് ശുദ്ധവെള്ളം. ഇതിനകത്ത് മായം ഒന്നും ചേർക്കരുത്. ആ മായം ചേർക്കാത്ത ശുദ്ധവെള്ളമാകുന്ന വചനം കൊണ്ട് കഴുകണം. അത് ബാഹ്യ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ആന്തരിക ശുദ്ധീകരണവും ബാഹ്യ ശുദ്ധീകരണവും. ഇത് 2ഉം ദൈവം ഇഷ്ടപ്പെടുന്നു. 2ഉം ദൈവത്തിന് ഇഷ്ടമാണ്. ഇന്ന് രാത്രി ആന്തരിക ശുദ്ധീകരണം യേശുവിൻ്റെ രക്തത്താൽ, ബാഹ്യ ശുദ്ധീകരണം മാറ്റമില്ലാത്ത മായമില്ലാത്ത വചനം പറയുമ്പോൾ അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട് ഇന്ന് രാത്രി ധൈര്യത്തോട് അടുത്ത് വരണം. അങ്ങനെ അടുത്ത് വന്നവരോടാണ് 32 മുതൽ 37 വരെയുള്ള വാക്യത്തിൽ 3 കാലം അതുകൂടെ പറഞ്ഞ് നിർത്തുക. 3 കാലം. 1 പൂർവകാലം, 2 വർത്തമാനകാലം, 3 ഭാവി കാലം. അത് 3ഉം ആ കണ്ണികയ്ക്കകത്ത് ശ്രദ്ധിച്ച് വായിച്ചാൽ കാണാം. അവിടെ പൂർവകാലമെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പൂർവകാലം, നിങ്ങളുടെ പൂർവകാലം
ഓർത്തുകൊള്ളുവിൻ. പണ്ടത്തെ കാലം ഒന്ന് ഓർക്കണം. നേരത്തെ എങ്ങനായിരുന്നു, ഏത് വിധത്തിലായിരുന്നു? അതിൽ നിന്നാ യേശു നമ്മെ രക്ഷിച്ചത്. ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് പാപത്തിൻ്റെ പടുകുടിയിൽ പിശാചിൻ്റെ പിടിയിൽ കിടന്ന് എന്നെയും നിങ്ങളെയും യേശു രക്ഷിച്ചു. ആ പൂർവ്വകാലമൊക്കെ ഒന്ന് ഓർത്തേ. സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ഗതിയില്ലാതെ, ഗത്യന്തരമില്ലാതെ. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8 മുതൽ വായിക്കുമ്പോൾ പൗലോസ് പറയാ, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കാൻ നിങ്ങൾ ദരിദ്രവും ബലഹീനമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായിട്ട് അതിന് അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയിപ്പോയി എന്ന് ഭയപ്പെടുന്ന പഴയ കാലം എങ്ങനെ? നമ്മുടെ പഴയ കാലമൊന്നും അധികം പറയാതിരിക്കുന്നതാ. ഈ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഒത്തിരി അപാകതകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ചിലർ നാള് നോക്കുമായിരുന്നു. നാള് കേരളത്തിലുണ്ട്, ഇവിടെ അങ്ങനെ നാള് നോക്കുമെന്ന് അറിയത്തില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ മൃതം പൂയം ആകില്യം മകം ചിത്തം അത്തം ചിത്തിര ജ്യോതി വിശാഖം അനിടം തൃക്കേട്ട മൂലം. തമിഴിലെങ്ങനാ? ഉണ്ടതാ ഉള്ള ആവണി ആടും എല്ലാം നോക്കി നടക്കുകയായിരുന്നു. അത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാ, പൂർവകാലം. ഇനി അത് പാടില്ല. ഇനി അത് അറിയായ്മയുടെ കാലത്താണ്. പണ്ടൊക്കെ പുതിയ വീട് വെക്കുമ്പം വെള്ളിരൂപ തൊട്ടും കൂടെ വെക്കുമായിരുന്നു കല്ലിടുമ്പം. ഇപ്പോഴും ചില പെന്തിക്കോസുകാർ അങ്ങനെ ചെയ്യുന്ന ഗുണം പിടിക്കാത്ത കുറേ എണ്ണമുണ്ട്. ഇവിടെ ചെയ്യത്തില്ല. ഇരിപ്പ് കണ്ടിട്ട് ഇപ്പോഴും കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ വലതുകാല് വെച്ച് കയറുന്ന ആൾക്കാരുണ്ട്. വലതുകാല് വെച്ച് ഉണ്ട്. പിന്നെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ചിലരിപ്പോഴും 1-ാം തീയതി കയറുന്നവരുണ്ട്. 1-ാം തീയതി കേരളത്തിലുണ്ടോ? മാസത്തിൻ്റെ ആരംഭ ദിവസം 1-ാം തീയതി കയറിയാൽ നല്ലതാണ്. ഇപ്പോഴും ചിലരെ കാക്ക കരയുമ്പോൾ പറയും വിരുന്നുകാർ വരുന്നുണ്ടെന്ന്. ഉണ്ട്, പറയുന്നവരുണ്ട്. ഉണ്ട്. യാത്ര പോകുമ്പോൾ ഇപ്പോഴും കുറുക്ക് പൂച്ച ചാടി ഉടനെ നശിച്ച പൂച്ച. എവിടെയിട്ടെങ്കിലും പോകാൻ നേരത്ത് ഈ പൂർവ്വകാലമൊക്കെ ഒന്ന് ഓർക്ക്. അപ്പനും വല്യപ്പനും ചത്ത് കഴിയുമ്പോൾ സന്ധിക്ക് വെള്ളിലുണ്ടെങ്കിൽ അപ്പച്ചനാന്ന് തോന്നുന്നു അനങ്ങുന്ന്. പാഴയിലെ അനങ്ങിയതാ. ഇപ്പോഴും സംശയം ആ മൂപ്പല ഇവിടെ ഉണ്ടെന്ന്. ചിന്നാളൊരാൾ പറഞ്ഞ് ഞാൻ കണ്ടതാ അടുക്കളയുടെ അവിടെ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇന്ന് കൺവെൻഷന് വന്നെങ്കിലും ഗുണപ്പെട്ട് വേണം തിരിച്ചു പോകാൻ. അപ്പം പൂർവ്വകാലമൊക്കെ ഒന്ന് ഓർക്കുന്ന നല്ലതാണ്. മലയാളത്തിലൊരു പാട്ടുണ്ട്, നിങ്ങൾക്ക് തമിഴിലതുണ്ടോ എന്നറിയത്തില്ല. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്മാരാഗാമ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവം. വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ ഈ കാലമാണ്. ദൈവം ഭദ്രമായിട്ടാണ് നമ്മെ നടത്തുന്നത്. നമ്മളെക്കാൾ മിടുക്കന്മാരും ശ്രേഷ്ഠന്മാരും കഴിവുള്ളവരും ഉന്നതന്മാരും അവൻ വിശുദ്ധന്മാരൊക്കെ മൺമറഞ്ഞപ്പോൾ ഇന്ന് രാത്രിയും ദൈവം നമ്മെ ആയുസ്സോടിരുത്തിയിരിക്കുകയാണ്. ദൈവം നമുക്ക് ആയുസ് നൽകി, ആരോഗ്യം നൽകി. ഈ വർത്തമാനകാലം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കാലുകുത്തിയാന്തലും നടന്നു വരാൻ, ഇവിടെ ഇരിക്കാനും കസേരയിലാന്തലും താഴെയാന്തലും ഇരിക്കാൻ ദൈവം കൃപ തരുന്നില്ലേ? ഈ വർത്തമാനകാലമൊക്കെ ഒന്ന് ഓർത്തോണം. മുൻപ് വെക്കുന്ന ഭക്ഷണം നമ്മുടെ ഇഷ്ടാനിഷ്ടം വാരിക്കടിക്കാൻ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും തരുന്നില്ലേ? ഇതൊക്കെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കയറിക്കിടക്കാൻ, അന്തി ഉറങ്ങാൻ ചെറുതോ വലുതോ ആയിക്കോട്ടെ ഒരു വീട് ദൈവം തരുന്നില്ലേ? വാടകയ്ക്കാന്തെങ്കിലും തന്നല്ലോ. ഇതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ സ്വന്തം വസ്ത്രം നമ്മുടെ ഇഷ്ടത്തിന് ഊരാനും ധരിക്കാനും ഇടാനും ബട്ടൺസ് ഇടാനും ഒക്കെ ദൈവം നമുക്ക് ആരോഗ്യവും കൈക്ക് ബലവും തരുന്നില്ലേ? ഈ വർത്തമാനകാലം ഓർത്ത് ദൈവത്തെ സ്തുതിക്ക്. ഹല്ലേലൂയ. വാഹനം ഓടിപ്പാൻ ദൈവം കൃപ തരുന്നില്ലേ? ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവൻ അതൊന്നും മറന്നു പോകരുത്. ഒന്ന് പൂർവ്വകാലം ഓർക്കണം, 2 വർത്തമാനകാലം ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. മുമ്പേ സങ്കീർത്തനം വായിച്ചില്ലേ? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ,
അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചകൾ നമ്മെ ഓർത്തവൻ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം നൽകുന്നവൻ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. വർത്തമാനകാലം ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ഒന്ന് പൂർവ്വകാലം, രണ്ട് വർത്തമാനകാലം, അടുത്തത് ഭാവികാലമാണ്. ആ ഭാവികാലത്തിൻ്റെ വാക്യമാണ് 37. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് യേശു വീണ്ടും വരും. അതാണ് നമ്മുടെ ഭാവികാലം. സദൃശവാക്യത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, സാമർത്ഥ്യമുള്ള സ്ത്രീയെ പറ്റി പറയുക, അവന് സ്തോത്രം, അവളെ പറ്റി പറയുക, അവൾ ഭാവികാലം ഓർത്ത് പുഞ്ചിരി തൂകും. നമ്മുടെ ഭാവികാലം എന്നാ? യേശു വീണ്ടും വരും തിരുസഭയെ ചേർക്കാൻ. കർത്താവ് പറഞ്ഞേച്ചാ പോയത്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോയാൽ, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ തിരിച്ചു വന്ന് ഞാൻ ഇരിക്കുന്ന കിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്ക ചേർത്തുകൊള്ളും. ഇതാ നമ്മുടെ ഭാവി കാലം. തെസലോനിക്ക ലേഖനം വായിക്കുമ്പോൾ ഇങ്ങനെ, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൊണ്ട് സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരെ ആദ്യം ഉയർക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരമുണ്ടാകും. രണ്ടു കൂട്ടരും ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും നമ്മുടെ കർത്താവിനോട് കൂടെ ഇരിക്കും, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം. ഇതാണ് നമ്മുടെ ഭാവി കാലം. യുഗായുഗം നാം കർത്താവിൻ്റെ കൂടെ വാഴും. അങ്ങനെ വാടാൻ എന്തോ ചെയ്യണം? ഒറ്റ വാക്ക് പറഞ്ഞ് നിർത്തുക. ഒന്ന്, മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. രണ്ട്, വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം. മൂന്ന്, അഭിഷേകം പ്രാപിക്കണം. നാല്, തിരുമേശ എടുക്കണം. അഞ്ച്, വേർപാട് പാലിക്കണം. ആറ്, കൂട്ടായ്മ ആചരിക്കണം. ഏഴ്, അപ്പോസ്തലിക ഉപദേശത്തിൽ നിൽക്കണം. എട്ട്, അവന് പ്രാർത്ഥനയിൽ പോരാടണം. 9, ദൈവത്തോടും മനുഷ്യരോട് കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിക്കണം. 10, അവൻ ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഒരുക്കമുള്ളവരായിട്ടിരിക്കണം. ഇങ്ങനെ ഒരുക്കത്തോടിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു വീണ്ടും വരും. പ്രത്യാശയുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കുക. പൂർവ്വകാലങ്ങൾ ഓർത്ത്, ആമേൻ, വർത്തമാനകാലം ഓർത്ത്, ഇനി വരാൻ പോകുന്ന ഭാവി കാലം ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്താം. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ സ്തുതിക്കാം. ഓ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ആമേൻ. ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന് അല്പസമയങ്ങൾ ദൈവത്തിൻ്റെ വചനം പറയുവാൻ ദൈവം കൃപ നൽകി. ബഹുമാന്യ കർത്തദാസനും സഭയ്ക്കും നന്ദി ചൊല്ലുന്നു. പറഞ്ഞതിൻ്റെ എല്ലാം രക്തം ചുരുക്കം മനസ്സിലായി കാണും. എന്താണ് സുവിശേഷം? എന്തിനാണ് സുവിശേഷം? ആരാ സുവിശേഷം കേൾക്കേണ്ടത്? സുവിശേഷത്തിൻ്റെ വിശേഷത, കേട്ടാറുള്ള ഗുണഗണങ്ങൾ, ആ വിധത്തിൽ കേട്ട് വന്നവരായ അബ്രായ വിശ്വാസികൾ ഒടുവിൽ ഇവർ പുറകോട്ടങ്ങ് പോയി. 2 കാരണത്താൽ പുറകോട്ട് പോയി. 1, തുറമനസാക്ഷി. 2, നല്ല ഹൃദയമില്ല. 3 കാര്യം കാണിച്ചവരെ അടുത്ത് വിളിച്ചു. 1, തിരശീല, ദേഹമെന്ന തിരശീല ചീന്തി പുത്തൻ വഴിയൊരുക്കി. 2, പരിശുദ്ധ രക്തമുണ്ട്. 3, അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം. അതുകൊണ്ട് അടുത്ത് വരണം. അടുത്ത് വരുമ്പോൾ 2 വിധത്തിലെ ശുദ്ധീകരണം. 1, ആന്തരിക ശുദ്ധീകരണം. 2, ബാഹ്യ ശുദ്ധീകരണം. അങ്ങനെ അടുത്ത് വന്നവരോട് പറയാം, 3 കാര്യങ്ങൾ ഓർക്കണം. 1, പൂർവ്വ പ്രധാനം ഭാവികാലമാ. കർത്താവ് വരും, തിരുസഭയെ ചേർക്കും, യുഗായുഗം കർത്താവിനോട് കൂടെ വാഴും. ഈ പ്രത്യാശയുള്ള ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇവരുടെ യാത്രയും ശുശ്രൂഷകളോർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്തോത്രം.